ആ പ്രിയേ, ഡിവോഴ്സ് കിട്ടിയടി. ഇപ്പോഴാണ് എനിക്കൊരു സമാധാനായത്. ആ മൂശാട്ടത്തള്ളയുടെ മുഖമൊന്നും കണ്ടല്ല, പണ്ടാറത്തള്ള. ആ മോനാണെങ്കിലാ അമ്മ മോൻ. ആ തള്ള പറയണതല്ലാണ്ടേ മോൻ ഒന്നും കേൾക്കൂല. എനിക്കാണെങ്കിൽ അവിടെ ഒരു വിലയില്ല. ഇപ്പോഴാണ് എനിക്കൊരു സമാധാനായത്. ഇനി എന്താ പ്ലാൻ എന്നാ? ഇനി എനിക്കൊന്ന് സന്തോഷത്തോടെ ജീവിക്കണോടി. ഈ ആൺതുണി എന്നൊക്കെ പറയണത് വെറുതെടി. നമ്മളെ ഒറ്റക്ക് ജീവിച്ച് കാണിക്കണം. ഈ ഒറ്റക്ക് ജീവിക്കണേന്റെ സുഖേ അതൊന്ന് വേറെയാടി. ഞാനേ ഇപ്പഴാണ് അതൊക്കെ ഒന്ന് അനുഭവിക്കുന്നത്. നീയേ ഫ്രീ ആകുമ്പോ ഒന്ന് ഉറങ്ങ്, നമുക്കൊന്ന് അടിച്ചു പൊളിക്കാം. ആ ശരിയടി. എന്നെ കണ്ടപ്പോഴേക്കും ഫോൺ മാറ്റണ്ട. നീ 24 മണിക്കൂർ ഫോണിൽ തന്നെയാണല്ല. നീ PSC പഠിക്കണം എന്ന് പറഞ്ഞ ആ ബുക്കൊക്കെ മേടിച്ചു ചാട. പിന്നെ എന്തിനാണ് വെറുതെ രണ്ട് കാശ് കളഞ്ഞത്? പഠിച്ചൂടെ നിനക്ക്? എന്റെ പൊന്നോ, ഞാൻ പഠിച്ചോളാം. എന്റെ ജോലിയൊക്കെ കഴിഞ്ഞപ്പോ ഒരു ഇത്തിരി നേരം ഞാൻ ഈ ഫോൺ കണ്ടെന്ന് പറഞ്ഞപ്പോ എന്ത് വരാനാണ്? നീയേ ഇത്തിരി നേരം എന്ന് പറഞ്ഞോണ്ടേ ആ ഫോണും പിടിച്ചിരുന്നാലേ പിന്നെ നീ അവിടെ നിന്ന് എഴുന്നേക്കൂല. സമയം പോണത് നീ പോലും അറിയൂല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടക്ഷരം പഠിക്കാനായിട്ട്. കാശ് കൊടുക്കണല്ലേ? ഓ, കാശ് മുടക്കണായിരിക്കും ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ പഠിച്ചോളാം. എപ്പോഴും അതെ, എന്റെ പുറകെ നടന്നതിന് എന്തെങ്കിലും കുറ്റം പറയും. ഹലോ നിമു, നീ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നാ? ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ലൈഫിലെ സന്തോഷമുള്ളൊരു കാര്യം നടന്നു. എനിക്ക് ഡിവോഴ്സ് കിട്ടി. ഡിവോഴ്സ് ആയാ? നീ എന്ത് സന്തോഷത്തോടെ പറയണത്? ഇത് ഞാൻ നീ എങ്ങനെ ജീവിക്കും? നീ അതിനെ കുറിച്ച് വല്ലതും ആലോചിച്ചാ? പിന്നെ ഞാൻ സന്തോഷിക്കാണ്ട് കരയണോ? എനിക്കിത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പിന്നെ അയാളുടെ അടിമയായിട്ട് ജീവിക്കണേ അതെ ഡിവോഴ്സ് തന്നെയാണ്. ഇനിയുള്ള ജീവിതേ എങ്ങനെയാന്നേ എനിക്കറിയാം. എനിക്ക് ജോലി ശരിയായി. അടുത്ത മാസം ഞാൻ UK പോണേണ്. നീ UK പോണേണാ? എന്നാലും എന്റെ നിന്നു, നിന്നെ ഞാൻ സമ്മതിച്ച്. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നീ പിടിച്ചു നിന്നല്ല. ഇവിടെ എന്റെ ജീവിതമൊക്കെ കണ്ട ഇപ്പോഴും കിടന്ന് നരകിക്കാണ്. നിനക്കെന്ത് പറ്റി? ഓ, അതൊന്നും പറയണ്ടടി. ചേട്ടൻ ഇപ്പൊ എന്നോട് പണ്ടത്തെ പോലെ സ്നേഹമൊന്നുമില്ല. ഏതിന് ഈ കുറ്റം പറയലാണ്. ഞാൻ എന്തു ചെയ്താലും തെറ്റാണ്. ചേട്ടൻ അതൊന്നും ഇഷ്ടപ്പെടില്ല. ഇന്ന് തന്നെ ഞാനൊരു ഇത്തിരി നേരം ഫോൺ കണ്ടു. അതിനും എന്നെ വന്ന് ചീത്ത പറഞ്ഞു. എല്ലാം സഹിച്ചങ്ങ് നിക്കണ്. ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നാ? നീ ഒരു കാര്യം ചെയ്യടി, നീ ഡിവോഴ്സ് ചെയ്. എന്നെ കണ്ട എന്നെ പോലെ ഫ്രീ ആയിട്ട് കിടക്ക്. അല്ലാണ്ട് ഇതൊക്കെ സഹിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഡിവോഴ്സാ? ഒന്ന് പോയേ. നിന്നെ പോലെ അത്രയും മനക്കട്ടിയൊന്നും എനിക്കില്ല. നീയേ എനിക്കൊരു വഴി പറഞ്ഞ ചേട്ടനെ എങ്ങനെ എന്റെ വഴിക്ക് കൊണ്ടുവരാന്ന്. എനിക്ക് ഒരുപാട് കുരുട്ട് ബുദ്ധിയൊക്കെ ഉണ്ടല്ലോ. എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞതാ. ആഹാ, അത് മതിയാ. എങ്കിലേ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ചേട്ടനെ സ്നേഹത്തോട് നിന്നോട് സംസാരിക്കാൻ വരുമ്പേ നീ വലിയ മൈൻഡൊന്നും ചെയ്യണ്ട. അപ്പോഴേക്കും മാറി അവിടെ നിന്ന് പൊയ്ക്കോളണം. കുറച്ചു ദിവസേ നീ ഇങ്ങനെ പെരുമാറിയാ മതി. അപ്പോഴേ നിന്റെ വില മനസ്സിലാവുള്ളൂ. അത് കഴിയുമ്പേ താനും നിന്റെ പുറകെ വന്നോളൂ. അത് കൊള്ളാം. എന്തായാലും ഞാനേ അങ്ങനെ ചെയ്യാം. എന്നിട്ട് തന്നെ 2 ദിവസം കഴിഞ്ഞ് ഞാൻ വിളിക്കാം. എന്നാ ശരിയടി. എന്നാ ശരിയടി. മാളു, ഓ വിളിക്കണുണ്ട്. അവർക്ക് വന്ന് വിളിക്കട്ടെ. മാളു, നീ ഇവിടെ ഇരിക്കണ? അതേ, നമ്മുടെ കോട്ടപ്പുറത്ത് വല്യമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഞായറാഴ്ചയാണ് അവിടുത്തെ കല്യാണം. അപ്പൊ വല്യമ്മ പറഞ്ഞ് വെള്ളിയാഴ്ച നമുക്ക് അങ്ങനെ ചെല്ലാൻ പറഞ്ഞു. അവിടെ വേറെ ആരുമില്ല കാര്യങ്ങൾക്ക് സഹായിക്കാനായിട്ട്. അപ്പൊ വെള്ളിയാഴ്ച രാത്രി നമുക്ക് പോവാട്ടാ. ഞാൻ വന്നില്ല, ചേട്ടൻ അങ്ങ് പോയാ മതി കല്യാണത്തിന്. ഇവളെന്താണ് ഇങ്ങനെ? കുറച്ച് ദിവസമായില്ല. ഞാൻ സംസാരിക്കാനായിട്ട് ചെന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൾക്ക് ഇപ്പോൾ ഒരു താല്പര്യമില്ല എന്നോട് സംസാരിക്കാൻ. എന്നെ കാണുന്നതിന് ഇഷ്ടമില്ലാത്ത രീതിയിലാണ്. എന്താണെന്നാവോ? എന്ത് പറ്റിയവക്ക്? ചേട്ടനോട് മിണ്ടണോ? നാളെ വെഡിങ് ആനിവേഴ്സറി ആണല്ല. ഗിഫ്റ്റ് വല്ലതും തരുമ്പോ എന്ത് ചെയ്യും? എന്തായാലും നിന്നോട് വിളിച്ച് ചോദിക്കാം. അവളെന്ത് പറയണമെന്ന് വെച്ചിട്ട് അതനുസരിച്ച് ചെയ്യാം. ഹലോ നിന്നു. മാളു, എന്തായി കാര്യങ്ങളൊക്കെ? ഞാൻ പറയണ പോലെയൊക്കെ നടന്നാ? നീ പറഞ്ഞ പോലെ തന്നെ ഞാൻ എല്ലാം ചെയ്ത്.
ഇപ്പൊ ചേട്ടനോട് ഞാൻ മിണ്ടണമില്ല. എന്നാലും കുറച്ച് ദിവസമില്ല ചേട്ടനോട് ഞാൻ മിണ്ടിയിട്ട്. ഞാൻ എന്തായാലും മിണ്ടട്ടെ ചേട്ടൻ്റെ അടുത്ത്. എനിക്ക് എന്തോ പോലെ. ഓഫ്, മാള് പോയി മിണ്ടല്ലേ. ഇപ്പൊ നീ സംസാരിക്കാൻ നിക്കണ്ട. നിന്റെ ചേട്ടൻ നിന്റെ പരിധിയിലാക്കണോ? ആ, അത് വേണം. അല്ല, ഞാൻ വേറൊരു കാര്യം കൂടി പറയാനാണ് ഞാൻ വിളിച്ചത്. എന്താണ്? അതെ, നാളെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. എല്ലാ കൊല്ലവും വെഡിങ് ആനിവേഴ്സറിക്ക് ചേട്ടൻ ഗിഫ്റ്റ് മേടിച്ചു തരാറുണ്ട്. ഈ കൊല്ലം അപ്പൊ ചേട്ടൻ ഗിഫ്റ്റും കൊണ്ട് വരുമല്ല. അത് മേടിക്കണോ? നീ പറഞ്ഞോളൂ, ഞാൻ ചെയ്യാം. നീ ഗിഫ്റ്റ് ഒന്നും മേടിക്കണ്ട. ഗിഫ്റ്റ് മേടിച്ച നിന്റെ വില പോയി. നീയേ ഗിഫ്റ്റിൽ മറിഞ്ഞെന്ന് പറയും. ആണാ? പിന്നെന്ത് ചെയ്യണം? നിനക്ക് ഗിഫ്റ്റ് തരുമ്പോ നീ വേണ്ടെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയാ മതി. അത് കഴിഞ്ഞിട്ടുള്ള പരിപാടി ഞാൻ പറഞ്ഞുതരാം. ആ, എന്നാ ശരി, ഞാൻ അങ്ങനെ ചെയ്യാം. എന്റെ ആള് ചിലപ്പോ റൂമിലായിരിക്കുള്ളൂ. ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഞാൻ ചിലപ്പോ ഗിഫ്റ്റ് ഒന്നും മേടിച്ചു കൊടുക്കൂലെന്ന് വിചാരിച്ച് നിക്കണേരിക്കുള്ളൂ. കുറച്ചു ദിവസമായിട്ട് ഇപ്പൊ മിണ്ടാട്ടൊന്നുമില്ലല്ല. ഇന്നത്തോടു കൂടി ഈ ഗിഫ്റ്റ് കൊടുക്കുമ്പോ എല്ലാ പിണക്കും തീരും. മാളു, എന്താണ്? അതേ, ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അറിയാമോ അത്? അറിയാം. ഓ, എന്നിട്ടാണ് ഒരു വിശ്വസ് പോലും പറയാണ്ടിരുന്നത്. പോട്ടെ. ഞാൻ എന്തായാലും എന്റെ പതിവ് തെറ്റിക്കണില്ല. എന്റെ വക ഒരു അടിപൊളി വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ്. അപ്പൊ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. എനിക്ക് വേണ്ട ഗിഫ്റ്റ്. എടി നിന്നു, ചേട്ടന് നല്ല വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് കൊണ്ടുവന്നടി. ഞാൻ മേടിച്ചില്ല. ചേട്ടന് ആകെ വിഷമമായി പോയി. ഇന്നാണെങ്കിലേ ചേട്ടൻ റൂമിൽ നിന്ന് വാതിലടച്ചിരിക്കുകയാണ്. ഇത്ര നേരോട്ട് പുറത്തിറങ്ങിയിട്ടില്ല. എനിക്ക് പറ്റണില്ല ചേട്ടൻ്റെ അടുത്ത് മിണ്ടാതിരിക്കാനായിട്ട്. എല്ലാം മതി, ഞാൻ ഇന്നതേ ചേട്ടൻ്റെ അടുത്ത് പോയി മിണ്ടോട്ടാ. ഇനി പോയി മിണ്ടിക്കോടി. ഞാൻ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ശരിയായിട്ടുണ്ട്. അതേലേ, എന്നാൽ ഞാനേ കയ്യോടെ പോയി ചേട്ടൻ്റെ അടുത്ത് മിണ്ടട്ടേട്ടാ. എന്നാ ശരി, ഞാൻ പിന്നെ വിളിക്കാം. ശരിയടി. ഇനിയിപ്പോ നീ മിണ്ട്. നീ എത്ര മിണ്ടിയാലേ അയാള് നിന്നോട് മിണ്ടില്ലടി. നിന്റെ ജീവിതം തീർന്ന്. എനിക്കില്ലാത്ത ജീവിതം അവക്കും വേണ്ട. ഒരാളുടെ ജീവിതം തകർത്തപ്പ എന്താ സുഖം. കയ്യോടെ അവിടെ നമ്പർ ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ ശല്യമായിരിക്കും. അവിടെ കിടക്കട്ടെ. ചേട്ടത് എവിടെ പോണേ? ഒന്ന് എന്നോട് പറഞ്ഞിട്ട് പോ. ഇതെവിടെയാണ് പോണത്? ഈ ബാഗൊക്കെ കൊണ്ട് എവിടെ പോണേന്ന് ഒന്ന് പറ എന്റെ അടുത്ത്. ഞാൻ എന്തിനാണ് നിന്നോട് പറയണത് ഞാൻ എവിടെ പോണെന്നുള്ളത്? ഞാൻ നിന്റെ ആരാണ്? നിന്റെ ഭർത്താവാണെന്നുണ്ടെങ്കിൽ ഇത്രയും ദിവസം നീ എന്നോട് മിണ്ടാണ്ട് നടക്കൂലായിരുന്നു. എത്ര ദിവസം ഞാൻ നിന്റെ പുറകെ നടന്നു. എന്തൊക്കെ പറഞ്ഞാൻ വന്ന് നീ എന്നോട് മിണ്ടിയ, എന്നോട് മൈൻഡ് ചെയ്താ. എല്ലാം കഴിഞ്ഞ് വെഡിങ് ആനിവേഴ്സറി അന്നെങ്കിലും നീ എന്നോട് മിണ്ടുന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അന്ന് ഞാൻ ഗിഫ്റ്റ് മേടിച്ചു വന്നപ്പോ നിനക്ക് വേണ്ടെന്നും പറഞ്ഞ് കയറിപ്പോയി. അതോടുകൂടി എനിക്ക് മനസ്സിലായി നീ എന്തോ ആവശ്യമില്ലാത്തവർ മനസ്സിലിട്ട് നടക്കണമെന്ന്. അത് തിരുത്താൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ക്ഷമിക്കാവുന്നതിന്റെ പരമാവധി ഞാൻ ക്ഷമിച്ചു. ഇനി നമ്മൾ തമ്മിൽ ഒത്തു പോകത്തില്ല. അതുകൊണ്ട് ഞാൻ എന്റെ കമ്പനിയിൽ വിളിച്ച് പറഞ്ഞ് എനിക്കൊരു ട്രാൻസ്ഫർ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി മുതൽ എനിക്ക് കോട്ടയത്താണ് വർക്ക്. ഞാൻ അവിടെ കമ്പനിയുടെ അക്കോമഡേഷനിൽ താമസിക്കുകയും ചെയ്യും. പിന്നെ നിന്റെ ജീവിതം അതെങ്ങനെ വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം. ഞാൻ എന്തായാലും നിന്റെ അച്ഛനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പുള്ളി കുറച്ച് കഴിയുമ്പോൾ വരും നിന്നെ കൊണ്ടുപോകാനായിട്ട്. എന്നിട്ട് നിന്റെ ഇഷ്ടത്തിന് എന്താന്ന് വെച്ച് നടന്നോ. ഇനി നമ്മൾ തമ്മിൽ ഒന്നും ഉണ്ടാവത്തില്ല. ഇനി നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. ചേട്ടാ, എനിക്ക് പറയാനുള്ള ഒന്ന് കേട്ടിട്ട് പോ. ഇനി നമ്മ സംസാരിക്കേണ്ട കാര്യമില്ല. നിനക്ക് സംസാരിക്കാനും നിന്റെ സംസാരം കേൾക്കാനായിട്ട് ഒരുപാട് ദിവസം ഉണ്ടായിരുന്നു, ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. ഇനിയില്ല, വിളിക്കാൻ വേണ്ട തന്നെ. അയ്യോ, കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയല്ല. നിമ്മൂനെ വിളിക്കട്ടെ.
ശ്ശോ. ദൈവമേ, വിളി കിട്ടുന്നില്ലല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്യും? ഭാര്യയ്ക്കും ഭർത്താവിനുമിടയിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്ത് സ്വരച്ചേർച്ചയുണ്ടെങ്കിലും അത് അവർ തന്നെ പരസ്പരം പറഞ്ഞു തീർക്കാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ അത് മൂന്നാമതൊരാളോട് പറയാൻ നിൽക്കരുത്. അങ്ങനെ മൂന്നാമതൊരാളുടെ അഭിപ്രായം തേടിയ ദാമ്പത്യങ്ങൾ ഒരുമിക്കതും നാശത്തിൽ തന്നെ അവസാനിച്ചിട്ടുള്ളൂ. ഈ ഒരു വീഡിയോ ഇതുപോലെ തൻ്റെ പ്രശ്നങ്ങളെല്ലാം മൂന്നാമതൊരാളോട് പറഞ്ഞ് അവരുടെ അഭിപ്രായം തേടി അവർ പറഞ്ഞതുപോലെയെല്ലാം ചെയ്ത് സ്വന്തം ജീവിതം കൈവിട്ടുപോയ ഒരു പെൺകുട്ടിയുടെ കഥയാണ്. ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം അതെന്തായാലും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.